എൻ്റെ പേര് ആൽഫ. ഞാൻ കണ്ണൂർ ജില്ലയിലെ പുറവയിൽ ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 6 വർഷമായിട്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ അതിശക്തമായ വേദനയായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് വലിയച്ചാച്ചനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയെങ്കിലും അവിടെ അഡ്മിറ്റ് ആയത് ഞാൻ തന്നെയായിരുന്നു. എനിക്ക് അതത്രയും ഭയങ്കരമായ വേദനയായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു 12 mm-ൻ്റെയും 15 mm-ൻ്റെയും 9 mm-ൻ്റെയും കല്ലുണ്ട്. എത്രയും പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ 2 കിഡ്നിയും നിങ്ങളുടെ പോകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ആ സാഹചര്യത്തിൽ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല. തിരിച്ച് ഞങ്ങൾ വൈകുന്നേരം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം പച്ചമരുന്ന്, കല്ലൂരിക്ക് മരുന്നുണ്ട്, ആ മരുന്ന് കഴിക്കാൻ എന്നാൽ പോകുമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന്. അങ്ങനെ അച്ഛൻ പോയിട്ട് എനിക്ക് കല്ലൂരിക്ക് മരുന്ന് മേടിച്ചുകൊണ്ട് തന്നു. അത് ഒരാഴ്ചയിൽ 3 ദിവസം കഴിക്കണം. അങ്ങനെ 2 ആഴ്ച കഴിച്ചതിന് ശേഷം പിന്നീട് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ ആ കല്ല് ബ്ലാഡറിലേക്ക് വന്നതായി റിപ്പോർട്ട് കിട്ടി. പിന്നെ ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. അങ്ങനെ ഞാൻ 2026 ജനുവരിയിൽ 25-ാം തീയതി ധ്യാനത്തിന് വന്ന സമയത്ത് അച്ഛനോട് ആരാധനയിൽ വിളിച്ചു പറഞ്ഞു, കിഡ്നി സ്റ്റോൺ ഉള്ളവർ പ്രാർത്ഥിച്ചു, സൗഖ്യം തരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ, എനിക്ക് കിഡ്നി സ്റ്റോണിന് സൗഖ്യം തന്നു കഴിഞ്ഞാൽ ഞാൻ എൽഹയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ സ്കാൻ ചെയ്യാൻ പോയി. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവമേ എൻ്റെ ബ്ലാഡറിനകത്തില്ല. ഈശോ എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. 6 വർഷമായി അല്ലേ? 6 വർഷമായി. നല്ലൊരു കയ്യടി കൊടുത്ത വലിയ സൗഖ്യമാണ് കേട്ടോ. 6 വർഷമായിട്ടുള്ള കിഡ്നി സ്റ്റോൺ ആണ്. അച്ഛൻ വിളിച്ചു പറഞ്ഞു ജനുവരിയിലൂടെ താമസ ധ്യാനത്തിൽ അത് സൗഖ്യം കിട്ടിയപ്പോൾ മകൾ സാക്ഷി പറഞ്ഞ രീതി കണ്ട് ശ്രദ്ധിച്ചോ. കർത്താവ് മാറ്റിത്തരികയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് യൂട്രസ് ഇറങ്ങി വരുന്നൊരു അതുണ്ടായിരുന്നു. 4 വർഷമായിട്ട് യൂട്രസ് ഇറങ്ങി വരുമായിരുന്നു. നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, അതിശക്തമായ വേദന. ഞാനിതിൻ്റെ ബാത്റൂമിൽ ഇരുന്നിട്ട് കരയുമായിരുന്നു. അപ്പോൾ അമ്മ ചോദിക്കും, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കും. ഞാൻ പറയും, അമ്മ എനിക്ക് ഭയങ്കര വേദന, എന്നാന്ന് അറിയത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ നമുക്ക് സ്കാൻ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു യൂട്രസ് ഇറങ്ങി വരുന്നുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്താലേ മാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓപ്പറേഷന് പോയില്ല. ഞാൻ അത്ഭുതജപമാല കണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, യൂട്രസ് ഇറങ്ങി വരുന്നവർ പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യം തരുന്നെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങളിൽ പൈസയില്ല ഓപ്പറേഷൻ ചെയ്യാനായിട്ട്, ഈശോയ്ക്ക് അറിയാലോ, എനിക്ക് സൗഖ്യം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു 4 മാസമായിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഞാൻ യൂറിൻ പാസ് ചെയ്യും, നോർമൽ രീതിയിൽ യൂറിൻ പാസ് ചെയ്യും, തിരിച്ചു വരും, ഒരു പ്രശ്നമില്ല. അത് 4 മാസമായിട്ട് എനിക്ക് ഈശോ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു.